ഈ വരുന്ന മിസ്റ്റേക്കിനെ നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് അടുത്ത ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. സെയിൽസ് നടക്കുമ്പോഴാണ് നമുക്ക് ക്യാഷ് വരിക. ക്യാഷ് ഒരു ബിസിനസ് ചെയ്യുന്ന എന്തിനാണ്? നമ്മൾ പണം ഉണ്ടാക്കാനാണെങ്കിൽ ക്യാഷ് വരണം. ഈ ക്യാഷ് വരുമ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പൈസ എടുത്ത് ചിലവാക്കാനല്ല വേണ്ടത്, നമ്മൾ വിറ്റ സാധനം വാങ്ങുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പറയുന്നത് ക്യാഷ് വന്നു കഴിയുമ്പോൾ പർച്ചേസ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കൂടെ ഒരു 9 കാര്യങ്ങളുണ്ട്. ഈ 9 കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നാണ് ഇൻസ്പെക്ഷൻ. 10ാമത്തെ കാര്യം. ഈ ഒരു കാര്യം, ഇത് സർവീസ് കറക്റ്റാണോ, ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ടാണോ ചിലവാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് കറക്റ്റായിട്ടുണ്ടോ, മാർക്കറ്റിംഗ് കറക്റ്റായിട്ട് നടന്നോ എന്ന് പറയുന്ന ഈ 9 കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്താലേ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ദിവസവും നമുക്ക് കിട്ടുക കംപ്ലൈൻ്റ് ആണ്. കംപ്ലൈൻറ്റ് നമ്മുടെ ബിസിനസ് മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആണെന്നല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും 1-2 പോയിൻറ്റ്സ് ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരാം. ഈ വരുന്ന മിസ്റ്റേക്കിനെ നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് അടുത്ത ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ 11 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യമുണ്ടാവും, അതായത് പ്രോഫിറ്റ്.